ഇയാളൊരു നവകേരള യാത്ര എന്നൊരു ആദ്യത്തൊരു നവകേരള യാത്രയുണ്ടാവും. നമ്പ്യാളത് ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ, ഒരു നവകേരള യാത്ര. ആ നവകേരള യാത്ര നടത്തിയ ഘട്ടത്തിലാണ് ലാവലിൻ കേസ് വന്നത്. ആ ലാവലിൻ കേസ് വന്നപ്പോഴാണ് ഈ പറയുന്ന ഇ പി ജയരാജൻ രണ്ട് കാര്യങ്ങൾ അന്ന് പബ്ലിക്കിന്റെ മുമ്പിൽ അലറി വിളിച്ചിട്ട് വിവരക്കേട് പറയുന്നതിന്റെ കുലപതി രണ്ട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. ഒന്ന്, പാർട്ടി സെക്രട്ടറിയെ ദുർബലപ്പെടുത്തി കഴിഞ്ഞാൽ പാർട്ടിയെ ദുർബലപ്പെടുത്താമെന്ന് കരുതുന്നു, അത് അനുവദിക്കില്ല. ഇവിടെ സംഭവിക്കുന്ന ഒരു വലിയൊരു അപകടം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് അമാർസിസ്റ്റ് ആവുന്നത് മാത്രമല്ല, ഇതൊരു ആന്റി മാർസിസ്റ്റ് ആയിരിക്കുന്ന സംഘാടനത്തിലേക്ക് ഈ സാധനം മാറുകയാണ് ചെയ്തത്. വ്യക്തി കേന്ദ്രീകൃതമായ ഒരു പാർട്ടി സംഘാടന രീതിയിലേക്ക് ഈ സാധനം മാറി. ഇതൊരു ആത്മരതി പോലെ, നാർസിസത്തിന്റെ അങ്ങേ തലയിലെത്തിയിരിക്കുന്ന ഒരു ഭ്രാന്ത് പോലെ ഇയാളിൽ സന്നിവേശിക്കുകയും അങ്ങനെയാണ് ഇയാൾ ഈ വാളിന്റെ മുമ്പിലൂടെ ഊരിപ്പിടിച്ച കുന്തത്തിന്റെ മുമ്പിലൂടെ ഞാൻ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചപ്പോൾ വിരണ്ടു എന്നാണ് പറഞ്ഞ് ഈ ആളുകളെ പറ്റിക്കുകയും അല്ലെങ്കിൽ ഭ്രമിക്കുകയും ചെയ്യാവുന്ന സ്വയം ബുദ്ധിയായി തീരുന്ന പ്രസ്താവന ഇയാൾ നടത്തേണ്ടി വന്നത്. ഇവിടെ ഇയാളിപ്പോൾ നിലവിളിച്ച് പറയേണ്ടി വരുന്ന ഒരു സംഭവം എന്താണ്? അയാൾ പറഞ്ഞതായിട്ട് ഈ പറയുന്ന രീതിയിലാണ് എങ്കിൽ പറഞ്ഞത് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ ആളില്ല എന്നാണ്. ഒരാളും ഉണ്ടാവില്ല. ആരാണ് പറഞ്ഞത് ഇയാൾ നിൽക്കാൻ ഈ പാർട്ടി നിൽക്കുമെന്ന്? ഇതിനകത്ത് വന്നിരിക്കുന്ന മുഴുവൻ പാർട്ടി മെമ്പർമാരും അതായത് തലയിൽ ബുദ്ധിയുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ അതെങ്ങനെയാണെന്ന് അറിയോ? ശരിക്ക് നിങ്ങൾ രാഷ്ട്രീയം എന്ന് പറയുന്ന സംഭവത്തെ, രാഷ്ട്രീയ ജീവിതത്തെ സമൂഹത്തിന്റെ അകത്ത് നിന്ന് അനുഭവിച്ചറിയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഈ ചിന്ത എന്ന് പറയുന്ന സംഭവം എന്ത് ചെയ്യുന്നത്? അത് ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഉപകരണമായി മാറുന്നത്. ശരിക്കും ചിന്ത അപ്പോഴാണ് സ്വാതന്ത്ര്യത്തിന്റെ ഉപകരണമായി മാറുന്നത്. ഈ ഒരു ദാർശനിക പശ്ചാത്തലത്തിൽ വിഷയത്തെ കാണുമ്പോഴാണ് ഈ പാർട്ടിയെ ഇയാൾ എന്താക്കി വെച്ചു എന്നുള്ളതാണ്. ഇത് അങ്ങേയറ്റം വ്യക്തിപൂജ കേന്ദ്രീകൃതമായ സംഭവത്തിലേക്ക് മാറി. ഇവിടെയാണ് കാരണഭൂതൻ വന്നത്. ഇവിടെയാണ് ഇദ്ദേഹം നടന്നിരിക്കുന്ന ഭൂമി പാദസ്പർശമാണെന്ന് പറയുന്ന ഒരു വിഡ്ഢിയായ ഒരു മന്ത്രി ഉണ്ടാവുന്നത്. ഇങ്ങനെ വരാവുന്ന അസംബന്ധങ്ങൾ കേരളത്തിന്റെ പൊതുചിത്രത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഇപ്പോഴെന്തായിത്തീരുകയാണ് ഈ പറയുന്ന എക്സാലോജി കമ്പനിയുടെ ശില്പി ആരാണ് എന്ന ഒരു ചോദ്യം ഗൗരവമായി വന്നാൽ അതിനൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് ഈ പറയുന്ന മുൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ആളായിരുന്നുവെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഈ സ്ഥിരീകരിക്കപ്പെട്ടപ്പോഴാണ് ഇയാളെന്ന് പറയുന്നത് വരുന്നത് എന്നെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ ആളില്ല എന്ന്. എത്ര കുടുംബത്തെ നിരാധാരമാക്കിയിരിക്കുന്ന ഒരു മഹാമാന്യനാണ് ഈ പ്രസ്താവന നടത്തുന്നത്, അല്ലേ? എത്ര കുടുംബത്തെ, എത്ര ആളുകളെ സ്വച്ഛന്തമായ ജീവിതത്തെ മുഴുവൻ തന്നെ അടിച്ചു തകർത്തിരിക്കുന്ന മനുഷ്യനാണിത്. ഓർക്കുന്നുണ്ടോ ടി പി ചന്ദ്രശേഖരന്റെ കൊല? ഓർക്കുന്നുണ്ടോ ടി പി നന്ദുവിന്റെ അദ്ദേഹത്തിന്റെ മകൻ അഭിനന്ദിന്റെ നിലവിട്ട നിലവിളി ഓർക്കുന്നുണ്ടോ? എത്ര ആളുകൾ ഇതാ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ആളുകളുടെ ഒരു മകനും കൂടിയാണല്ലോ ഞാൻ. എന്റെ അച്ഛൻ കരഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചുപോയെന്ന് പറഞ്ഞപ്പോ. ഇത് വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ട് ഞാൻ പറയുന്നതല്ല. എന്നെ സംരക്ഷിക്കാൻ ആളുണ്ടാവില്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഞാൻ മാർക്സിന്റെ വിഖ്യാതമായിരിക്കുന്ന ഒരു കോട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുകയാണ്. മാർക്സ് പറയുന്ന ഒരു സംഭവമുണ്ട്, an end that requires unjustified means is no justifiable end. ഞാൻ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കാം, an end that requires unjustified means is no justifiable end. നീതിവത്കരിക്കാനാവാത്ത മാർഗം സ്വീകരിക്കുന്ന ലക്ഷ്യം ഒരിക്കലും നീതിവത്കരിക്കപ്പെടുകയില്ല. ഇത് ചരിത്രത്തിന്റെയും കാലത്തിന്റെയും അനിവാര്യതയാണിത്. ഈ അനിവാര്യതക്കകത്ത് പെട്ടുപോയത് എവിടെയാണ്? തന്റെ കുടുംബത്തിന് വേണ്ടി കള്ളക്കമട്ട കമ്പനി ഉണ്ടാക്കി പാർട്ടിക്കാരുടെ വൗച്ചറിൽ മുറിച്ച് എന്നെ പാർട്ടി സംരക്ഷിക്കുമെന്നുള്ള, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പാർട്ടിക്കാർ കേട്ടുകൊള്ളുന്നുള്ള ഒരവസ്ഥ ഉണ്ടായപ്പോഴാണ് എന്ത് വന്നത്? ഒരു അന്വേഷണം ROCയുടെ രൂപത്തിൽ വന്നത്. ROCയുടെ രൂപത്തിൽ വന്നപ്പോൾ എന്തായി? ക്യാൻസർ ബാധിച്ചതുപോലെ ആ സംഭവം എന്തായി തീർന്നു. അത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് പോലെ വിവിധങ്ങളായ അന്വേഷണ ഏജൻസികൾ ഇതിന് അനുകൂലവും അനുബന്ധവുമായി വരാനുള്ള സാധ്യത ഇതിലൂടെ തുറക്കപ്പെടുകയാണ് ചെയ്തത്. അവിടെ വരുന്നു ED വരുന്നു, അവിടെ വരുന്നു വേണമെങ്കിൽ CBI വരുന്നത് അതിമാരകമായ പൂട്ടിന്റെ ഒരു വലിയ ലോകത്തേക്ക് ഇത് എടുത്തെറിയപ്പെടുകയാണ് ഇത്. അങ്ങനെ എടുത്തെറിയപ്പെടുമ്പോൾ അനിവാര്യമായി സംഭവിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. ആ സംഭവം കാത്തിരിക്കുന്നുണ്ട്. അത് ഷാജി പറയുന്ന വ്യക്തിപരമായ ഒരു വൈരനിര്യാതന ബുദ്ധിയുടെ മേലെയല്ല. നിങ്ങൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത് മുഴുവൻ തന്നെ ഈ കേരളത്തിലെമ്പാടുമുള്ള മുഴുവൻ പാർട്ടി സഖാക്കളെയും, പാർട്ടിയുമായി ബന്ധമുള്ള ആളുകളെയും, അനുഭാവികളെയും, ബന്ധുക്കളെയും, മുഴുവൻ ആളുകളെയും, ഈ മുന്നണിക്കകത്ത് പുറത്തേക്കുന്ന മുഴുവൻ ആളുകളെയും പറ്റിക്കുകയായിരുന്നു ചെയ്തത്.